+1 അക്കൗണ്ടൻസിയിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ള ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡിസോണർ ഓഫ് എ ബില്ല് ഡിസോണേഡ് ആവുക, അതായത് ബില്ല് അംഗീകരിക്കാതിരിക്കുക അല്ലെങ്കിൽ അസാധുവായി പോവുക. When the acceptor fails to meet the bill on the date of maturity, the bill is said to have been dishonored. അതായത് ആക്സെപ്റ്റർ ബില്ല് റിസീവ് ചെയ്യുന്ന ആൾ മെച്യൂരിറ്റി ഡേറ്റിനുള്ളിൽ ബില്ല് ആക്സെപ്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ബില്ല് ഡിസോണേഡായി, അസാധുവായി എന്ന് പറയും. In this case, the liability of the acceptor comes into existence and the entries made on the receipt of the bill should be reversed. ഈ സാഹചര്യത്തിൽ ആക്സെപ്റ്ററുടെ ബാധ്യതയാണ് അത് നിലവിൽ കൊണ്ടുവരിക എന്നുള്ളതും അതിന് റെസീപ്റ്റ് ചെയ്തതിന് എൻട്രീസും റിവേഴ്സ് ചെയ്യേണ്ടതുണ്ട്. When the bill is dishonored, the holder must inform the drawer as well as the prior holders about the dishonor through a notice. ബില്ല് ഡിസോണേഡ് ആകുമ്പോൾ ഡ്രോവർ എന്ത് ചെയ്യണം? ഹോൾഡർ ആരെ അറിയിക്കേണ്ടതുണ്ട്? ഡ്രോവറെ അറിയിക്കണം. എപ്പോൾ? അതായത് ബില്ല് ഡിസോണേഡ് ആകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ബില്ല് ഡിസോണേഡ് ആയി കഴിഞ്ഞാൽ ഒരു നോട്ടീസ് വഴി ഡ്രോവറെ അറിയിക്കേണ്ടതുണ്ട്. ദിസ് നോട്ടീസ് ഈസ് നോൺ ആസ് നോട്ടീസ് ഓഫ് ഡിസോണർ. ഇതിനെയാണ് നോട്ടീസ് ഓഫ് ഡിസോണർ എന്ന് പറയുക. സച്ച് എ നോട്ടീസ് ഇസ് നെസസറി ഫോർ ദി പ്രൊസീഡിങ്സ് എഗെയിൻസ്റ്റ് ദം ഫോർ റിക്കവറിങ് ദി എമൗണ്ട് ഓഫ് ദ ബില്ലിൻ്റെ എമൗണ്ട് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നെസസറി പ്രൊസീഡിങ്സുകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു നോട്ടീസ്. ഓക്കെ, ഇനി ബില്ല് നോൺ പേയ്മെൻറ്റ് സമയത്ത് ഡിസോണേഡ് ആകുന്നതിന് വരുന്ന ജേണൽ എൻട്രീസ് എന്തൊക്കെയാണ്? അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇൻ കേസ് ഓഫ് ഡിസോണർ ഓഫ് ബില്ല് ബൈ നോൺ പേയ്മെൻറ്റ്. അതിൽ ഡ്രോവറുടെ ബുക്കിൽ വരുന്ന ജേണൽ എൻട്രീസ്. ഒന്നാമത്തത് 4 കേസിലുള്ള ജേണൽ എൻട്രീസാണ് 1 to 4 എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് ബില്ല് റീറ്റെയിൻഡ് ടിൽ മെച്യൂരിറ്റി ഈസ് ഡിസോണേഡ്. മെച്യൂരിറ്റി വരെ ഹോൾഡറുടെ കയ്യിൽ തന്നെ നിലനിൽക്കുന്ന ബില്ലാണ് ഡിസോണേഡ് ആയത് എങ്കിൽ അതിനുള്ള ജേണൽ എൻട്രിയാണ് ആക്സെപ്റ്റേഴ്സ് ഓർ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. നമ്മൾ ഡ്രോവറുടെ 3ാമത്തെ ജേണൽ എൻട്രിയാണ് മാറ്റി കൊടുക്കേണ്ടത്. ആദ്യം ബില്ല് സാധനങ്ങൾ വിൽക്കുമ്പോഴുള്ള ജേണൽ എൻട്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്. അത് കഴിഞ്ഞിട്ട് ബില്ല് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി. അത് കഴിഞ്ഞ് നമ്മളിതിന് മുന്നത്തെ ബില്ല് ഹോണേഡ് ആകുന്ന കേസിൽ ബില്ല് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. അതിന് പകരമായിട്ട് ഡിസോണേഡ് ഡ്രോവറുടെ ബുക്കിൽ 3ാമത്തെ ജേണൽ എൻട്രി ആയിട്ട് എഴുതേണ്ടത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. 2ാമത്തെ കേസ് ബില്ല് എൻഡോസ്ഡ് ടു എ ക്രെഡിറ്റർ ഈസ് ഡിസോണേഡ്. ക്രെഡിറ്റർക്ക് എൻഡോസ് ചെയ്തിട്ടുള്ള 3ാമതൊരു വ്യക്തിക്ക് കൈമാറിയിട്ടുള്ള ബില്ലാണ് ഡിസോണേഡ് ആയത് എങ്കിൽ ജേണൽ എൻട്രി ആക്സെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. സാധാരണ നമ്മൾ ക്യാഷ് കിട്ടിയതായിട്ട് കാണിക്കും. അതിന് പകരം എന്ത് ചെയ്യുന്നു? ഇവിടെ ബില്ല് ഡിസോണേഡ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ക്യാഷ് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ ആ സമയത്ത് കൊടുക്കാതിരിക്കുകയോ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ എന്ത് ചെയ്യാം? ബില്ല് ഡിസോണേഡ് ആകാം. അപ്പോൾ ജേണൽ എൻട്രി ആക്സെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ഇനി 3ാമത്തെ കേസ് ബില്ല് ഡിസ്കൗണ്ടഡ് വിത്ത് ദി ബാങ്ക് ഈസ് ഡിസോണേഡ്. ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള ബില്ലാണ്, ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള ബില്ല് ഡിസോണേഡ് ആകുമ്പോൾ ജേണൽ എൻട്രി ആക്സെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ബില്ല് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നാൽ ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള ബില്ല് ക്യാഷ് റിസീവ് ചെയ്യുന്നതിന് പകരം ആ ബില്ല് എന്ത് ചെയ്യുന്നു? ഡിസോണേഡ് ആകുന്നു. ആക്സെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. 4ാമതാണ് ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ ഈസ് ഡിസോണേഡ്. കളക്ഷന് വേണ്ടിയിട്ട് അയച്ചിട്ടുള്ള ബില്ല് ഡിസോണേഡ് ആകുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ് ആക്സെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട്. അപ്പോൾ ഈ ഒരു 4 ജേണൽ എൻട്രീസും ഹോണേഡിൻ്റെ അതേപോലെ തന്നെ ഏതിലും കൊടുക്കുക? ഡിസോണേഡിൽ കൊടുക്കുക. ഹോണേഡ് ആകുമ്പോൾ ക്യാഷ് കിട്ടും, ഡിസോണേഡ് ആകുമ്പോൾ ക്യാഷ് കിട്ടൂല. ഇനി എന്താണ് നോട്ടിംഗ് ചാർജസ്? വെൻ എ ബില്ല് ഈസ് ഡിസോണേഡ് ഫോർ നോൺ പേയ്മെൻറ്റ്.
നോൺ പേയ്മെൻറ്റ് കാരണം ബില്ല് ഡിസോണേഡ് ആകുമ്പോൾ ഹോൾഡർ യൂഷ്വലി ഗെറ്റ് ഇറ്റ് നോട്ടഡ് ടു എസ്റ്റാബ്ലിഷ് ലീഗാലിറ്റി ഓഫ് ഡിസോണർ. ഡിസോണർ ആയ നിയമപരമായിട്ട് എന്ത് ചെയ്യണം? പ്രത്യേകം ഹോൾഡർ നോട്ട് ചെയ്യണം. നോട്ടിങ് ഈസ് ഡൺ ബൈ നോട്ടറി പബ്ലിക്. ആരായിരിക്കും നോട്ടിങ് നടത്തുന്നത്? നോട്ടറി പബ്ലിക്കാണ് നോട്ടിങ് നടത്തേണ്ടത്. ഹൂ ഈസ് ആൻ അഡ്വക്കേറ്റ് അപ്പോയിൻറ്റഡ് ബൈ ദി ഗവൺമെൻറ്. ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന അഡ്വക്കേറ്റായിട്ടുള്ള നോട്ടറി പബ്ലിക്കാണ് നോട്ടിങ് നടത്തുക. നോട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? നോട്ടിങ് ഈസ് ദ ആക്ട് ഓഫ് റെക്കോർഡിങ് ദി ഫാക്റ്റ് ഓഫ് ഡിസോണർ ഓഫ് എ ബില്ല് ബൈ എ നോട്ടറി പബ്ലിക്. നോട്ടറി പബ്ലിക്ക് ബില്ല് ഡിസോണേഡ് ആയത് എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്യുന്ന പ്രവർത്തനമാണ് നോട്ടിങ്. ഫോർ പ്രൊവൈഡിങ് ദിസ് സർവീസ് എ ഫീ ഈസ് ചാർജ്ഡ് വെൻ ഈസ് കോൾഡ് നോട്ടിങ് ചാർജസ്. ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം ഫീസ് ചാർജ് ചെയ്യുന്നു. അതിനെയാണ് നോട്ടിങ് ചാർജസ് എന്ന് പറയുക. എമൗണ്ട് ഓഫ് നോട്ടിങ് ചാർജസ് പെയ്ഡ് ബൈ ദി ഹോൾഡർ വിൽ ബി റിക്കവേർഡ് ഫ്രം ദി ആക്സെപ്റ്റർ ബൈ ദി ഡ്രോവർ. നോട്ടിങ് ചാർജസിൻ്റെ എമൗണ്ട് ഹോൾഡർ കൊടുക്കുന്ന ആക്സെപ്റ്റർ തിരിച്ചു കൊടുക്കുന്നു. അതാണ് നോട്ടിങ് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ ഒരു സർവീസിന്, നോട്ടറി പബ്ലിക് നടത്തുന്ന ഈ സർവീസിന് കൊടുക്കുന്ന ചാർജിനെയാണ് നോട്ടിങ് ചാർജസ് എന്ന് പറയുക. ഇതിൽ ഡ്രോവറുടെ ബുക്കിൽ ജേണൽ എൻട്രീസ് വരും. ഡ്രോവറാണ് നോട്ടിങ് ചാർജസ് കൊടുക്കുന്നതെങ്കിൽ ജേണൽ എൻട്രി ആക്സെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇനി അതല്ല ബാങ്കാണ് ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള ബില്ലിൻ്റെ മേലിൽ ബാങ്ക് കൊടുക്കുന്നുവെങ്കിൽ വെൻ ബാങ്ക് പേയ്സ് ഓൺ ഡിസ്കൗണ്ടഡ് ബില്ല് ജേണൽ എൻട്രി ആക്സെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. മൂന്നാമത് വെൻ എൻഡോസി പേ, എൻഡോസി ആണ് കൊടുക്കുന്നതെങ്കിൽ ആക്സെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എൻഡോസി അക്കൗണ്ട്. നാലാമത്തത് ബാങ്ക് പേയ്സ് ഓൺ സെൻഡിങ് ദ ബില്ല് ഫോർ കളക്ഷൻ, കളക്ഷന് വേണ്ടി അയച്ച ബില്ലിൻ്റെ മേലിൽ ബാങ്ക് കൊടുക്കുന്നുവെങ്കിൽ ആക്സെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇനി ഡ്രോയുടെ ബുക്കിൽ നോട്ടിങ് ചാർജസ് റെക്കോർഡ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി നോട്ടിങ് ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡ്രോവേഴ്സ് അക്കൗണ്ട്. ഇനി അടുത്തൊരു ടേമാണ് റിന്യൂവൽ ഓഫ് ദ ബില്ല്. ബില്ല് റിന്യൂ ചെയ്യുക. ഡിസോണേഡ് ആയിട്ടുള്ള ബില്ല് നമുക്ക് പുതുക്കാൻ പറ്റും. അതിനാണ് റിന്യൂവൽ ഓഫ് ദ ബില്ല് എന്ന് പറയുക. വെൻ ദ ആക്സെപ്റ്റർ ഓഫ് ദ ബില്ല് ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽസ് ടു മീറ്റ് ദ ബിൽ ഓൺ മെച്യൂരിറ്റി ഡേറ്റ്. മെച്യൂരിറ്റി ഡേറ്റിനുള്ളിൽ ബില്ല് മീറ്റ് ചെയ്യാൻ പ്രയാസം വന്നപ്പോൾ എന്ത് ചെയ്തു? ദ മേ റിക്വസ്റ്റ് ദി ഡ്രോവർ ടു ക്യാൻസൽ ദി ഓൾഡ് ബില്ല് ആൻഡ് ഡ്രോ എ ന്യൂ ബില്ല്. പറഞ്ഞ സമയത്തിനുള്ളിൽ ക്യാഷ് കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ഡ്രോവർക്ക് എന്ത് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുക്കുകയാണ്, പഴയ ബില്ല് ക്യാൻസൽ ചെയ്തിട്ട് പുതിയ ബില്ല് എഴുതാൻ വേണ്ടിയിട്ട്. ഇഫ് ഹി അഗ്രീസ് വിത്ത് ദി ആക്സെപ്റ്റർ ഓൾഡ് ബിൽ ഈസ് ക്യാൻസൽഡ് ആൻഡ് ന്യൂ ബിൽ ഈസ് ഡ്രോൺ. അങ്ങനെ എന്ത് ചെയ്യും? സമ്മതമാണെങ്കിൽ എന്ത് ചെയ്യാം? പഴയ ബില്ല് ക്യാൻസൽ ചെയ്തിട്ട് പുതിയ ബില്ല് എഴുതാൻ പറ്റും. സിൻസ് ക്യാൻസലേഷൻ ഓഫ് ദ ബില്ല് ഈസ് മ്യൂച്വലി അഗ്രീഡ് നോട്ടിങ് ഓഫ് ദ ബില്ല് ഈസ് നോട്ട് റിക്വയർഡ്. ആ സമയത്ത് നോട്ടിങ്ങിൻ്റെ ആവശ്യം ഇല്ല. ആക്സെപ്റ്റർ മേ ഹാവ് ടു പേ ഇൻട്രസ്റ്റ് ഫോർ ദി ഡിലേഡ് പേയ്മെൻറ്റ് ഓഫ് ദ ബില്ല്. ഈ ബില്ല് ഡിലേ ആക്കിയതിന് എന്ത് കൊടുക്കും? ഇൻട്രസ്റ്റ് കൊടുക്കും. ഇറ്റ് ഈസ് പെയ്ഡ് ഇൻ ക്യാഷ് ഓർ മേ ബി ഇൻക്ലൂഡഡ് ഇൻ ദി ന്യൂ ബില്ല്. പുതിയ ബില്ലിനകത്ത് ഉൾക്കൊള്ളും. സംടൈംസ് ദി ഒറിജിനൽ ബില്ല് മേ ബി ക്യാൻസൽഡ് പാർട്ട്ലി ഫോർ എ ന്യൂ ബിൽ ആൻഡ് പാർട്ട്ലി ഫോർ ക്യാഷ്. പുതിയ ബില്ല് ഭാഗികമായിട്ട് ക്യാൻസൽ ചെയ്യുകയും ക്യാഷായിട്ട് ഭാഗികമായിട്ട് കൊടുക്കുകയും ചെയ്യും. ഇനി റിന്യൂവൽ ഓഫ് ദ ബില്ലിൻ്റെ കേസിൽ ജേണൽ എൻട്രീസ്, ഡ്രോവറുടെ ബുക്കിൽ വരുന്ന ജേണൽ എൻട്രീസ് ടു ക്യാൻസൽ ദി ഓൾഡ് ബില്ല്. പഴയ ബില്ല് ക്യാൻസൽ ചെയ്യുമ്പോൾ ആക്സെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. രണ്ടാമത്തെ ഇൻട്രസ്റ്റ് കിട്ടുമ്പോഴുള്ള ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. മൂന്നാമത്തത് ഇൻട്രസ്റ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുണ്ട് പക്ഷേ കയ്യിൽ കിട്ടിയിട്ടില്ല. ആക്സെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. നാലാമത്തെ ആക്സെപ്റ്റൻസ് ഓഫ് ന്യൂ ബില്ല്. പുതിയ ബില്ല് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ആക്സെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഇനി ഡ്രോയുടെ ബുക്കിൽ വരുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ആക്സെപ്റ്റഡ് ബുക്കിൽ വരുന്ന ജേണൽ എൻട്രീസ് ക്യാൻസലേഷൻ ഓഫ് ഓൾഡ് ബില്ല്. പഴയ ബില്ല് ക്യാൻസൽ ചെയ്യുമ്പോൾ ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡ്രോവേഴ്സ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുണ്ട് കൊടുത്തിട്ടില്ല. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡ്രോവേഴ്സ് അക്കൗണ്ട്. ആക്സെപ്റ്റൻസ് ഓഫ് എ ന്യൂ ബില്ല്. പുതിയ ബില്ല് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഡ്രോവേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേയബിൾ അക്കൗണ്ട്. അടുത്ത ഹെഡാണ് റിട്ടയറിങ് ഓഫ് ബില്ല്.
എന്താണ് ബില്ല് റിട്ടയർ ആകുന്നത്? പേയ്മെൻറ്റ് ഓഫ് ദ ബില്ല് ക്യാൻ ബി മെയ്ഡ് ബിഫോർ മെച്യൂരിറ്റി ബൈ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ഡ്രോവർ ആൻഡ് ആക്സെപ്റ്റർ. മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പായിട്ട് ഡ്രോവറുടെയും ആക്സെപ്റ്ററുടെയും പരസ്പര സമ്മതപ്രകാരം എന്ത് ചെയ്യുന്നു? ബില്ലിൻ്റെ എമൗണ്ട് കൊടുക്കുന്നതിനെയാണ് റിട്ടയറിങ് എന്ന് പറയാം. ഇഫ് ദ ഹോൾഡർ ഓഫ് ദ ബില്ല് അഗ്രീസ് ടു ഹിസ് ബില്ല് ഈസ് സെറ്റ് ടു ബി റിട്ടയേർഡ്. അങ്ങനെ ഹോൾഡർക്ക് സമ്മതമാണെങ്കിൽ ബില്ല് റിട്ടയർ ആക്കുന്നു. മേക്കിംഗ് പേയ്മെൻറ്റ് ഓഫ് ദ ബില്ല് ബൈ ദി ആക്സെപ്റ്റർ ടു ദ ഹോൾഡർ ബിഫോർ മെച്യൂരിറ്റി ഈസ് കോൾഡ് റിട്ടയറിങ് ഓഫ് ബില്ല്. ബില്ലിൻ്റെ ഹോൾഡറിലേക്ക് എന്ത് ചെയ്യുന്നു? ആക്സെപ്റ്റർ ബില്ലിൻ്റെ എമൗണ്ട് മെച്യൂരിറ്റി ഡേറ്റ് മുമ്പായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് റിട്ടയറിങ് എന്ന് പറയാം. ഇൻ ഓർഡർ ടു എൻകറേജ് ഏർലി പേയ്മെൻറ്റ് ഓഫ് ദ ബില്ല് എ ഡിഡക്ഷൻ മേ ബി ഗ്രാൻറ്റഡ് ബൈ ദി ഹോൾഡർ ഓഫ് ദ ബില്ല് ആൻഡ് ഈസ് കോൾഡ് റിബേറ്റ്. അതായത് ഇങ്ങനെ ഹോൾഡർ എന്ത് ചെയ്യാറുണ്ട്? സമയത്ത് ഈ ബില്ല് പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹോൾഡർ ഡിഡക്ഷൻ കൊടുക്കും. അതിനെയാണ് എന്താ പറയുക? റിബേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾഡറുടെ ബുക്കിൽ വരുന്ന ജേണലറീസ് ക്യാഷ് അക്കൗണ്ട് അറ്റ് റിബേറ്റ് മീൻസ് ഡിസ്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് അറ്റ് റിബേറ്റ് അക്കൗണ്ട് അറ്റ് ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ആക്സെപ്റ്ററുടെ ബുക്കിൽ വരുന്ന ജേണലറീസ് ബിൽസ് പേയബിൾ അക്കൗണ്ട് അറ്റ് ക്യാഷ് അക്കൗണ്ട് ടു റിബേറ്റ് അക്കൗണ്ട്. ഇനി എന്താണ് ബിൽസ് റിസീവബിൾ ആൻഡ് ബിൽസ് പേയബിൾ ബുക്ക്? When the number of transactions relating to bill is large, it is advisable to record them in separate subsidiary books. These special journals are known as bills receivable and bills payable book. അതായത് ഒരുപാട് ബില്ലുമായി ബന്ധപ്പെട്ട ഒരുപാട് ട്രാൻസാക്ഷൻസുകൾ ഉണ്ടാകുമ്പോൾ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് സബ്സിഡിയറി ബുക്സ് റെക്കോർഡ് ചെയ്യുന്നതിന് തയ്യാറാക്കുന്നതിനെ അഡ്വൈസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള സ്പെഷ്യൽ ജേണൽസിനെയാണ് ബിൽസ് റിസീവബിൾ ആൻഡ് ബിൽസ് പേയബിൾ ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് ചർച്ച ചെയ്തത്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഡിസോണർ ഓഫ് എ ബില്ല്, അതിൻ്റെ ഡ്രോവറുടെ ബുക്ക് ജേണലറീസ്, നോട്ടിംഗ് ചാർജസ് എന്താണ്, അതുപോലെ തന്നെ റിന്യൂവൽ ഓഫ് ദ ബില്ല് എന്താണ്, റിട്ടയറിംഗ് ഓഫ് ദ ബില്ല് എന്താണ്, ബിൽസ് റിസീവബിൾ ആൻഡ് ബിൽസ് പേയബിൾ ബുക്ക്.